രാത്രിയിലേക്ക് എന്തുണ്ടാക്കുന്നു വിചാരിച്ചിരിക്കുമ്പോഴാട്ടോ തേജപ്പ ടിവിയിൽ തക്കാളി ചോറ് ഉണ്ടാക്കുന്നത് കാണിച്ചത്. അപ്പൊ പിന്നെ കുറെ നാളായാലും നമ്മളത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചുട്ടാ. ഇത് ഉണ്ടാക്കാൻ പഠിച്ച സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കലിൻ്റെ ആയിരുന്നിട്ട് എനിക്ക് പണി. അതുകൊണ്ട് തന്നെ എനിക്കിത് ചെറുതായിട്ട്, എനിക്ക് മാത്രമല്ല തേജുവിനായാലും വിൻഷേട്ടനായാലും ഒന്നും മടുത്തിരിക്കുന്ന സമയമായിരുന്നു. ഇപ്പൊ കുറെ നാളായതുകൊണ്ട് കുറെ നാൾക്ക് ശേഷം ഉണ്ടാക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് നമുക്ക് തോന്നൂല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് തന്നെ ഒന്ന് മതിയെന്ന്. ഇതിന്റെയൊക്കെ റെസിപ്പി ഞാൻ ഓൾറെഡി നമ്മുടെ വീഡിയോസിൽ മുൻപ് ഇട്ടിട്ടൊക്കെ ഉള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തത്. പിന്നെ ഞാൻ വിചാരിച്ചു മുട്ട പുഴുങ്ങാന്ന്, കാരണം ടച്ചിങ്സ് ആയിട്ട് ഇപ്പോൾ വേറെ ഒന്നും ഇല്ല. അപ്പൊ പിന്നെ മുട്ട പുഴുങ്ങാം, അതുപോലെ തന്നെ കച്ചമ്പറും കൂടി ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ കെറ്റിലിൽ മുട്ട പുഴുങ്ങാനുള്ള മുട്ടയൊക്കെ വെച്ചിട്ട് ഞാൻ നേരെ നമ്മുടെ തക്കാളിയുടെ പച്ചച്ചോയൊക്കെ വിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് സെറ്റ് ആയതിനു ശേഷം അരിയൊക്കെ കഴുകി ഇട്ടു, വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നേരെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഇതിന് ഞാൻ 1.5-2 വിസിലോളം അടുപ്പിച്ചിട്ടാണ് ഈ അരി ഞാൻ വേവിച്ചെടുത്തേക്കണത്. ഇതിന്റെയൊക്കെ വിസിൽ പോണ നേരം കൊണ്ട് തന്നെ ഞാൻ സവാള ഗിരിഗിരി പരിപാടി തുടങ്ങിയിട്ടാ. അതായത് നമ്മുടെ കച്ചമ്പർ സെറ്റ് ചെയ്യുക. അപ്പൊ തൈരാണ് ഒഴിച്ചേക്കുന്നത്, അതിലേക്ക് ഞാൻ കുറച്ച് സുറുക്കി ഉപ്പൊക്കെ ഇട്ടിട്ട് സംഭവം സെറ്റാക്കി. ആ നേരം കൊണ്ട് തന്നെ ഇതേ വിൻഷേട്ടൻ വന്നിട്ടുണ്ട്. വിൻഷേട്ടൻ നമുക്ക് എന്തോ കൊറിയറൊക്കെ വന്ന് വാങ്ങിയിട്ടാണ് വന്നേക്കണത്. പിന്നെ നമ്മുടെ തേച്ചപ്പിനെ ഇതേ കണ്ണേട്ടൻ്റെ നാരങ്ങ മിഠായിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ഞാനും വിൻഷേട്ടനും കൂടി 1-2 വാങ്ങി കഴിച്ചുട്ടോ. പിന്നെ വിൻഷേട്ടൻ ഇതേ നല്ല വിശന്നിട്ട് വന്നേക്കണെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ ഞാൻ ഓടി ചെന്നിട്ട് നമ്മുടെ വിസിലൊക്കെ കളഞ്ഞിട്ട് നമ്മുടെ റൈസൊക്കെ എടുത്തിട്ട് ഇതേ പ്ലേറ്റിലാക്കി മുട്ട പുഴുങ്ങിയതിന്റെ തൊണ്ടൊക്കെ പൊളിച്ചിട്ട് ഇതേ വിൻഷേട്ടൻ 2 എനിക്ക് 1 2 അതിൽ വെച്ചു എന്നുള്ളൂട്ടാ തേജപ്പനായിട്ട് ഒരെണ്ണം കഴിക്കുക. തേജുവിന്റെ ചോറുണ്ടല്ലേ ഓൾറെഡി കഴിഞ്ഞതാണ്. അവനൊരു 7 മണിയാകുമ്പോഴേക്കും ഞാൻ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ അവൻ ചിലപ്പോൾ TV കണ്ട് അങ്ങനെ കിടന്ന് ഉറങ്ങൂലോ. അതുകൊണ്ട് തന്നെ അവൻ മുട്ട കഴിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് വന്ന് നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഫുഡ് കഴിച്ചു. അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ.